ഞാനിപ്പം വിശാഖപട്ടണത്താണുള്ളത്. ചെറിയ കടയാണ്, പക്ഷെ കിടിലൻ സംഭവമാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഹൈവേയിൽ ഡാൻസ് കളിക്കാം. ആരെങ്കിലും എന്നെ കണ്ട് എന്തെങ്കിലും പറയണം, നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വിശാഖപട്ടണം പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയവാഡ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്നൈയിൽ സ്റ്റേ ചെയ്തു. ഇന്ന് ഇവിടെ വിജയവാഡയിലാണ് സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകി, 10 മണിയായി. ഞാൻ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പം ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 4 മണിക്കാണ്. വെളുപ്പിനെ 4 മണിക്ക് വൈകുന്നേരം താമ്പരം എത്തി. അപ്പം ഇന്നലത്തെ യാത്ര സൂപ്പറായിരുന്നു. 800 കിലോമീറ്റർ ഞാൻ ഓടി വന്നു ഇന്നലെ ഒരു ദിവസം. അത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഡ്രൈവൊക്കെ നല്ല ഇതായിരുന്നു. സോഫാർ ഇതുവരെ നമ്മൾ ഡ്രൈവിങ്ങൊക്കെ കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 400-450 കിലോമീറ്റർ പോകുന്നു. വിജയവാഡയിൽ അടുത്ത സ്റ്റോപ്പിങ്. അതുകൊണ്ടാണ് ഇന്ന് വൈകി ഇറങ്ങിയത്. അപ്പം നോക്കാം, പോണ കാഴ്ചകളിൽ എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺഡ്. കൊറോണ വന്നാലും മറ്റെന്ത് വന്നാലും ചെന്നൈയിൽ ട്രാഫിക്കിന് ഒരു കുറവും കാണത്തില്ല. ചെന്നൈ കോയമ്പേട് മാർക്കറ്റിന് അടുത്തുള്ള കാളന്തി ഫാംസ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയാണ്. ആ കടയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ല ഫ്രൂട്ട്സാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സാണ്. വില നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്നതാണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രണ്ടും അവൈലബിലിറ്റി ഉണ്ട്. 3 ആപ്പിളും അടിച്ചു മാറ്റിക്കൊണ്ടാണ് യാത്ര തുടങ്ങാൻ പോകുന്നത്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. ഞാൻ ചെന്നൈ സിറ്റി വിട്ടു. ഇപ്പം ഗുമ്മിടിപ്പുണ്ടി, ഫസ്റ്റ് സ്റ്റോപ്പിംഗ് ഗുമ്മിടിപ്പുണ്ടിയിലാണുള്ളത്. ഇവിടെ നിന്നൊരു 430 കിലോമീറ്റർ ഉണ്ട്. 7 മണിക്കൂറും പറയുന്നുണ്ട്. ഇപ്പം തന്നെ ഉച്ചയാവുന്നു. ഞാനിന്ന് ഇറങ്ങിയപ്പം ഒത്തിരി ലേറ്റായി. ഇന്നലത്തെ അഹങ്കാരം കൊണ്ടിന്ന് വൈകിയാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പം എങ്ങനെയാണ്, റോഡും കുറച്ച് മോശമായിട്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് എങ്ങനെയുള്ള യാത്ര ഇനി മുന്നോട്ട് നോക്കണം. ഇവിടെ വേറെ ഈ കടകളൊന്നും ഇല്ല. ഒരു കുഞ്ഞു കടയാണ്. അവിടെ നിന്ന് ചെറിയൊരു പാക്കറ്റ് ജ്യൂസ് ഫ്രൂട്ടിയും മേടിച്ച് കുടിച്ചിട്ട് ആണ് വീണ്ടും യാത്ര തുടങ്ങുന്നത്. നമ്മളെ കൊമ്പൻ നിൽക്കുന്നുണ്ട, കൊമ്പൻ. ഞാൻ ഈ റോഡിൽ കൂടെ വരുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആടുകൾ. ഈ ആട്ടും കൂട്ടങ്ങൾ ഒരു രക്ഷയില്ല. ഒരു കണ്ണെത്താത്ത ദൂരത്ത് അത്ര നിറഞ്ഞു കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു 1,00,000 ആടുകളെങ്കിലും കാണും. അത്രയ്ക്ക് 2 സൈഡുമായിട്ട് അവിടെ ആയിട്ട് ഇത് തന്നെയാണ് ഫുള്ള് ആടുകൾ. നമ്മളെ കൊമ്പൻ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ റോഡ് നല്ല രീതിക്ക് ഇട്ടിരിക്കുകയാണ്. കിടിലൻ റോഡാണ് ഇത്. കൊൽക്കത്ത ഹൈവേ ആണ്. സൂപ്പർ റോഡാണ്. എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ മരങ്ങൾ, ഇതാ കണ്ടില്ലേ, അടുത്തടുത്ത് മരങ്ങൾ തണലിന് വേണ്ടിയിരിക്കാൻ നല്ലൊരു ഇതിൻ്റെ ചോട്ടിൽ നിൽക്കാൻ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യാം. ഡ്രൈവ് ചെയ്ത് വരുമ്പം നല്ല കംഫർട്ടാണ്. റോഡിലും തിരക്കൊന്നും തന്നെ ഇല്ല, കുറവാണ്. നമ്മളെ കന്യാകുമാരി ചെന്നൈ റോഡ് കമ്പയർ ചെയ്യുമ്പം ഇത് സൂപ്പർ റോഡാണ്. നോക്കാം. സൈഡുകളിലും പച്ചയാണ്, ഫുള്ള് പച്ചയാണ്. നല്ല മരങ്ങളും തണൽ തരുന്ന നല്ല മരങ്ങളും
ചെടികളും നല്ല രീതിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ആന്ധ്ര ഗവൺമെൻറ് വളരെ നല്ല രീതിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുകയാണ്. അത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ഡ്രൈവ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതോ റോക്കറ്റിൻ്റെ പാർട്സ് ആണെന്ന് തോന്നുന്നു. സിറ്റി വിട്ടപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ അടുത്ത സ്റ്റോപ്പിംഗ് എടുത്തത് ഗുമ്മിടിപ്പുണ്ടിയിലാണ്. ഗുമ്മിടിപ്പുണ്ടി അറൗണ്ട് ഇവിടെ വരും, ഒരു 50 കിലോമീറ്റർ. സൂം ചെയ്താൽ കാണും. ഇതാണ് ഗുമ്മിടിപ്പുണ്ടി. ഞാൻ ഇവിടെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടീ കുടിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു. പിന്നെ അങ്ങനെ പോയി അന്ന് ഈവനിങ് ഇതാണ് റൂട്ട്. NH16 ആണ്. ഈ NH16 എന്ന് പറഞ്ഞാൽ നമ്മളെ ചെന്നൈയിൽ നിന്നും ഡയറക്റ്റ് കൊൽക്കട്ട റോഡാണ്, ഒറ്റ റോഡാണ്. NH16 ആണ്. ഫുള്ള് വിശാഖപട്ടണം വരെ കൊൽക്കട്ട സെയിം റോഡാണ്. അതിൽ നെല്ലൂർ കഴിഞ്ഞ് വീണ്ടും ചെന്ന് ഓങ്ങലെ കഴിഞ്ഞ് ഇതൊക്കെ റോഡ് കിടലൻ റോഡാണ്. ഗുമ്മിടിപ്പുണ്ട് വരെ റോഡ് മോശമായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ യാത്ര ചെയ്ത സ്ഥലമാണ്. NH16 ഇതാണ് ഞാൻ പോയ റോഡ്. വീണ്ടും യാത്ര. ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, കാരണം ട്രാവൽ ആയതുകൊണ്ട് ഫുഡ് കഴിച്ചാൽ ഉറക്കം വരും. അത് കാരണം ഫുഡ് അധികം കഴിച്ചില്ല. ടീയും ബിസ്ക്കറ്റുമാണ്. നമ്മുടെ ചെന്നൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചായയും ബിസ്ക്കറ്റുമാണ് പ്രധാന ആഹാരം. ഹലോ, മറ്റൊരു ടണലെത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ റോഡിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടല്ലോ. ഞാൻ ഇനി കുറച്ച് എത്തിയെങ്കിലേ ഇനി സ്ഥലം എത്തുള്ളൂ. ഇപ്പോൾ തന്നെ 12:30 മണി കഴിഞ്ഞു. കുറച്ച് ക്രൂസ് ചെയ്ത് പിടിച്ചെങ്കിലേ നമുക്ക് സ്ഥലം വൈകുന്നേരത്തിന് മുമ്പ് ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പം കൂടെ യാത്ര ചെയ്യുക. ഓക്കെ, ബൈ. ഡ്രൈവ് ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. ട്രാഫിക് ഒട്ടും തന്നെ ഇല്ല. പിന്നെ വല്ലപ്പോഴും ഒരു വണ്ടി വരുന്ന ലോറിയായിരിക്കും. മാക്സിമം 90% ഓഫ് ദ വെഹിക്കിൾ വന്നിട്ട് ലോറിയാണ്. കാരണം ട്രാൻസ്പോർട്ടാണ് മെയിനായിട്ട് ഈ റോഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഡ്രൈവ്. ഈ ഭംഗി നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. യാത്രയിൽ നിന്ന് ഞാൻ വളരെ നല്ലൊരു ലെസൺ ഞാൻ പഠിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ദൂരെ യാത്ര പോവുകയാണെങ്കിൽ അത് എത്ര അടുത്തായിരുന്നാലും നമ്മൾ ഏർലി മോർണിംഗ് തിരിക്കുക. അറ്റ്ലീസ്റ്റ് എത്ര ഏർലിയറായിട്ട് നിങ്ങൾക്ക് തിരിക്കാൻ പറ്റുമോ അത്ര ഏർലിയറായിട്ട് നിങ്ങൾ തിരിക്കുക, എങ്കിലേ നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം ഈവനിങ് ആവുന്നു, ടെൻഷൻ ആവുകയാണ്. ഇരുട്ടുന്നതിന് മുമ്പേ പോയി ചേരുമോ, വിജയവാഡ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ഇതാണ്. എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും വിജയവാഡ എത്തണം. ഞാൻ അധികം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ എത്തിയപ്പോൾ തന്നെ 7 മണിയായി. അതുകൊണ്ട് എനിക്ക് ഒത്തിരി റൂം നോക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് പെട്ടെന്നൊരു റൂം നോക്കി ബഡ്ജറ്റിൽ പെട്ടെന്ന് ഒരു കൊള്ളാമെന്നുള്ള റൂം നോക്കി ഞാൻ ചെക്ക് ഇൻ ചെയ്തു. റൂം തപ്പാനൊന്നും ഞാൻ നിന്നില്ല.